1997 ജൂലൈ 18 സന്ധ്യാസമയത്ത് വിസ്കോൺസിനിലെ ഡഗ്ലസ് കൗണ്ടി എന്ന പ്രദേശത്ത് ഇരുവശത്തും മരങ്ങൾ നിറഞ്ഞ റോഡിലൂടെ കാറോടിച്ചു പോവുകയായിരുന്ന ഒരാൾ. റോഡിൽ മറ്റു വണ്ടികളൊന്നും ഇല്ലാത്തതിനാൽ അയാൾ വളരെ വേഗത്തിലാണ് കാറോടിച്ചിരുന്നത്. പെട്ടെന്ന് റോട്ടിലെ ഒരു വളവ് തിരിയുമ്പോൾ റോഡരികിലെ പുൽച്ചെടികൾക്കിടയിലായി ഒരു വെളുത്ത നിറത്തിലുള്ള എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ടു. പക്ഷെ എന്താണെന്ന് അയാൾക്കത് വ്യക്തമായി മനസ്സിലായില്ല. എന്തു തന്നെയായാലും അതെന്താണെന്ന് നോക്കാമെന്ന് കരുതി അയാൾ റോഡരികിൽ വണ്ടി നിർത്തി ആ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. ഏകദേശം ആ വസ്തു കിടന്നിടത്തു നിന്ന് 30 അടി ആയപ്പോഴേക്കും എന്താണ് അവിടെ കിടക്കുന്നതെന്ന് അയാൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അത് അയാളെ കൂടുതൽ പരിഭ്രാന്തനാക്കി. കാരണം അവിടെ കിടന്നത് ഒരു മനുഷ്യനായിരുന്നു. മുഴുവൻ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ചലനമില്ലാതെ കിടക്കുന്ന അയാളുടെ അടുത്തേക്ക് അയാൾ പതുക്കെ നടന്നെടുത്തു. എന്നാൽ അടുത്തു ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം അയാൾ മനസ്സിലാക്കിയത്. ആ മനുഷ്യന്റെ നെഞ്ചിൽ ആഴമേറിയ ഒരു മുറിവ്, അതിൽ നിന്ന് രക്തമൊഴുകുന്നു. ആ മനുഷ്യൻ മരിച്ചെന്ന് മനസ്സിലാക്കിയ അയാൾ തിരിഞ്ഞ് തന്റെ കാറിനടുത്തേക്ക് ഓടി. ഇനി തുടർന്ന് കഥ കേൾക്കുന്നതിന് മുൻപായി ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കഥകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഡിയേഴ്സ്, ഇനി ബാക്കി കഥയിലേക്ക് പോകാം. So today we will be exploring the murder mystery of Mark Foster with my channel Mystery Busters. അയാൾ വണ്ടിയുമെടുത്ത് നേരെ അടുത്തുള്ള വീട്ടിലേക്ക് പോയി. 911 നമ്പറിൽ വിളിച്ച് പോലീസിനോട് കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സ്റ്റീഫൻ ലോഗ് എന്ന ഡഗ്ലസ് കൗണ്ടി ഡിറ്റക്റ്റീവ് തന്റെ ഓഫീസിലിരുന്ന് മരിച്ചയാളുടെ ഫോട്ടോകൾ നോക്കുകയായിരുന്നു. ഈ കൊലപാതകം ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് നടന്നതായിരുന്നു എന്ന് കണ്ടെത്തി. ഈ കേസ് ഡിറ്റക്റ്റീവ് സ്റ്റീഫൻ ലോങ് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വിചിത്രമായൊരു കേസായിരുന്നു. കൊലപ്പെട്ടയാളുടെ മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പേഴ്സിലിരുന്ന ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് മരിച്ചത് മാർക്ക് ഫോസ്റ്റർ എന്നൊരു കോടീശ്വരനായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ കണ്ടുപിടുത്തം കേസിനെ കൂടുതൽ കുഴപ്പിച്ചു. കാരണം കൊലപ്പെട്ടയാൾക്ക് ഈ സ്ഥലവും അവിടെയുള്ള ആരുമായി യാതൊരുവിധ ബന്ധവുമുള്ള ആളല്ലായിരുന്നു. അയാളുടെ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തു നിന്ന് ഏകദേശം 3 മണിക്കൂർ അകലെയുള്ള സ്ഥലത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. ഇത്രയും ദൂരം കടന്നയാൾ എന്തിനാണ് ഈ നാട്ടിൽ വന്നത്? ആരാണ് അയാളെ കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾ പോലീസിന്റെ മനസ്സിൽ ഉയർന്നു. 45 വയസ്സുള്ള മാർക്ക് ഫോസ്റ്റർ മിനേസോട്ടയിലെ മിനിയാപോലിസിലായിരുന്നു താമസിച്ചിരുന്നത്. മെഡിക്കൽ എക്സാമിനർ മാർക്കിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം അയാളുടെ ഷൂസിനിൽ നിന്ന് കണ്ടെടുത്ത ഒരു കുറിപ്പിനെ പറ്റി ഡിറ്റക്റ്റീവിനെ അറിയിച്ചു. ആ കുറിപ്പിൽ എഴുതിയിരുന്നത്, ജാക്ക് ഫ്രേസിയർ ഇവിടെയില്ല, പക്ഷെ അത് ജിമ്മി ബെയിലാണോ അതോ അയാളെപ്പോലെ മറ്റൊരാളോ? ഇത് വായിച്ച ഡിറ്റക്റ്റീവിന് യാതൊന്നും തന്നെ മനസ്സിലായില്ല. അതിനാൽ ജാക്ക് ഫ്രേസിയറിനെയും ജിമ്മി ബെയിലിനെയും കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അവരെ പറ്റി നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേരും മിനാസോട്ടയിലാണ് താമസിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി. അതിനാൽ തീർച്ചയായും രണ്ടുപേർക്കും മാർക്ക് ഫോസ്റ്ററുമായി ബന്ധമുണ്ടായിരിക്കാമെന്നും അയാളുടെ കൊലപാതകത്തിൽ ഈ രണ്ടുപേർക്കും പങ്കു കാണുമെന്നും സംശയം തോന്നിയ ഡിറ്റക്റ്റീവ് കൂടുതൽ അന്വേഷണത്തിനായി മിനാസോട്ടയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവ് ലോങ് മിനാസോട്ടയിലെ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടുത്തെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവുമായി ഈ കേസിനെ പറ്റി സംസാരിക്കുകയും അയാളുടെ സഹായത്തോടെ അവിടുത്തെ അന്വേഷണം തുടരാൻ അയാൾ തീരുമാനിക്കുന്നു. അതിനുശേഷം മാർക്ക് ഫോസ്റ്ററിന്റെ ഭാര്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായി വിളിച്ചു വരുത്തുന്നു. മാർക്കിന്റെ ഭാര്യ സാറ ഫിലിപ്പ് മാർക്ക് ഫോസ്റ്ററിനേക്കാൾ 20 വയസ്സെങ്കിലും കുറവായിരിക്കുമെന്നും അവർ ആ സമയത്ത് ഗർഭിണിയാണെന്നും ഡിറ്റക്റ്റീവുകൾ മനസ്സിലാക്കി. ഡിറ്റക്റ്റീവ് ലോങ് മാർക്കിന്റെ ഷൂവിൽ നിന്ന് കണ്ടെത്തിയ കുറിപ്പ് സാറയെ കാണിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ജാക്കിനെയും ജിമ്മിനെയും പരിചയമുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട സാറ 2 പുരുഷന്മാരുമായി വിവാഹത്തിനു മുൻപ് തനിക്ക് ബന്ധമുണ്ടായിരുന്നെന്ന് ഡിറ്റക്റ്റീവുകളെ അറിയിക്കുന്നു. ജാൻ ബെയ്ലി തന്റെ മുൻ ഭർത്താവായിരുന്നെന്നും ജിമ്മി തന്റെ കാമുകനായിരുന്നെന്നും എന്നാൽ താൻ മാർക്കിനെ വിവാഹം കഴിച്ചതോടെ അവർ രണ്ടുപേർക്കും മാർക്കിനോട് വൈരാഗ്യമുണ്ടായിരുന്നതായും ഡിറ്റക്റ്റീവിനോട് അവർ പറയുന്നു. മാർക്കിന്റെ ഭാര്യയുമായുള്ള അഭിമുഖം അവസാനിച്ചപ്പോൾ ഡിറ്റക്റ്റീവ് ലോങ്ങിന് ഈ കേസ് വളരെ നിസ്സാരമായി തോന്നി. കാരണം മാർക്കിനോടുള്ള വൈരാഗ്യം കാരണം ജാക്കും ജിമ്മി ചേർന്ന് അയാളെ കൊലപ്പെടുത്തിയതാണെങ്കിൽ കേസ് പെട്ടെന്ന് തന്നെ തെളിയുമെന്ന് ലോങ് മനസ്സിൽ കരുതി. ഇതിനെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിൽ ജിമ്മും ജാക്കിയും ജോളി ലൈഫ് ഇഷ്ടപ്പെടുന്നവരായതിനാൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധവും അവർ സീരിയസ് ആയി കാണാറില്ലായിരുന്നു. അതിനാൽ പ്രണയനൈരാശ്യം അവരെ ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം ചെയ്യാനുള്ള സാധ്യത ഒട്ടും തന്നെ ഉണ്ടാവാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ലോങ് വീണ്ടും നിരാശനായി. അതിനാൽ ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയവർ അതിനായി മാർക്ക് ഫോസ്റ്ററിന്റെ വീട്ടിൽ അന്വേഷിക്കാമെന്ന് കരുതി. അതിനായുള്ള സെർച്ച് വാറന്റ് വാങ്ങി അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു.
അവിടെ എത്തിയ ഡിറ്റക്റ്റീവുകളെ സാർ അകത്തേക്ക് ക്ഷണിച്ചു. അവർ അകത്തേക്ക് കടന്ന് ചുറ്റിനും നോക്കി. വീടിന്റെ ഭിത്തി മുഴുവൻ നഗ്നതാ പ്രദർശനം അധികമായുള്ള ചിത്രങ്ങളും ഗ്രാഫിക് പെയിന്റുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. ടേബിളിന് മുകളിലും പലയിടത്തായും അശ്ലീല മാസികകളും പുസ്തകങ്ങളും ചിതറിക്കിടന്നിരുന്നു. ഇതൊക്കെ കണ്ട് അസ്വസ്ഥരായി നിന്ന ഡിറ്റക്റ്റീവുകളെ നോക്കി. ഇതെല്ലാം എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയല്ലേ എന്ന മട്ടിൽ ആ സ്ത്രീ അവരെ വീടാകെ ചുറ്റിക്കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഡിറ്റക്റ്റീവ് സാറയോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ സ്വയം എല്ലായിടത്തും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞവർ നേരെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട മാസ്റ്റർ ബെഡ്റൂമിലേക്ക് അവർ അന്വേഷണത്തിനായി കയറുന്നു. എന്നാൽ അവിടുത്തെ കാഴ്ച അവരെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കി. ആ മുറിയിലാകെ ഫോണോഗ്രാഫിക് മെറ്റീരിയൽ അഥവാ അശ്ലീല വസ്തുക്കളാൽ നിറഞ്ഞിരുന്നു. അതിനടുത്ത മുറിയുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരു സാധാരണ കുടുംബത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അവർക്ക് അസ്വാഭാവികമായി തോന്നി. കൂടുതൽ അന്വേഷണത്തിനായി അവർ വീടിന്റെ ഇടനാടിയിലൂടെ നടക്കുമ്പോൾ സീലിംഗിൽ നിന്നൊരു കയർ താഴേക്ക് ഊർന്നു കിടക്കുന്നത് കണ്ട് അവർ അതിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്നു. അതിനുള്ളിൽ നിന്നൊരു ഏണി താഴേക്ക് ഇറങ്ങി വന്നു. ഉടൻ തന്നെ 2 ഡിറ്റക്റ്റീവുകളും മുകളിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ മുകളിലത്തെ തട്ടിൻപുറത്തെത്തിയവർ അവിടുത്തെ കാഴ്ച കണ്ട് അമ്പരന്നുപോയി. അവിടെ ഒരു മന്ത്രവാദത്തിന്റെ സകലമാന സാധനങ്ങളും ചിന്നിച്ചിതറി കിടപ്പുണ്ടായിരുന്നു. കത്തിയെഴിഞ്ഞ മെഴുകുതിരികളും വുഡു പാവയും അതൊരു ഭയാനകമായൊരു കാഴ്ചയായിരുന്നു. ആ മന്ത്രവാദ തട്ടിൽ ഡിറ്റക്റ്റീവുകളുടെ പേരെഴുതിയ 2 കാർഡുകളും ഉണ്ടായിരുന്നു. ഇത് കണ്ട് അവർ പരസ്പരം അതിശയത്തോടെ നോക്കി. ഇതൊരു ആഭിചാര കർമ്മമാണോ? അവർ തങ്ങളെയാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത്? എന്തിനായിരിക്കും അതിനുള്ളിൽ തങ്ങളുടെ പേരുകൾ എഴുതിയ കാർഡുകൾ വെച്ചിരിക്കുന്നത്? ഉടനെ തന്നെ അവർ രണ്ടുപേരും താഴെ ഇറങ്ങി വന്ന് അവിടെ കണ്ട കാര്യത്തെപ്പറ്റി സാറയോട് ചോദിക്കുന്നു. എന്നാൽ അവർ തലകുനിച്ചിരുന്നതല്ലാതെ മറ്റൊന്നും മിണ്ടിയില്ല. ഡിറ്റക്റ്റീവുകൾ എത്ര ആവർത്തിച്ചു ചോദിച്ചിട്ടും മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല. ഇനി ചോദിച്ചിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവർ ആ വീട്ടിൽ തിരച്ചിൽ നടത്താനായി കൂടുതൽ പോലീസിനെ അവിടേക്ക് വിളിക്കുന്നു. എന്നാൽ അവിടെ എത്തിയ പോലീസ് സംഘത്തിന് കേസിനാസ്പദമായ ഒരു തെളിവും അവിടെ നിന്ന് കണ്ടെത്താനായില്ല. അതിനുശേഷം ഡിറ്റക്റ്റീവുകൾ മാർക്കിന്റെ ഭാര്യ സാറയോട് കേസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നഗരം വിട്ടു പോകരുതെന്ന് ആജ്ഞ നൽകി. എന്നാൽ അവർ കേസിനെ സംബന്ധിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് മാർക്ക് ഫോസ്റ്ററിനെ വ്യക്തിപരമായി അറിയാമെന്ന് ഡിറ്റക്റ്റീവുകൾ മനസ്സിലാക്കി. മാർക്ക് സ്ഥിരമായി ലൈബ്രറിയിൽ വരാറുണ്ടായിരുന്നെന്നും കൂടാതെ മാർക്കിന്റെ ഒരു കൂട്ടം സുഹൃത്തുക്കളെ തനിക്കറിയാമെന്നും അവർ ഡിറ്റക്റ്റീവുകളോട് പറഞ്ഞു. കൂടാതെ ലൈബ്രറിയുടെ ഉടമ അവർക്ക് കൂട്ടാളികളുടെ പേരും വിവരം അടങ്ങിയ ഒരു ലിസ്റ്റ് നൽകുകയും ചെയ്തു. ഡിറ്റക്റ്റീവുകൾ അവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. താമസിയാതെ അവരെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അവരെല്ലാം വെറും 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാർക്ക് ഫോസ്റ്റർ ഏതോ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന മതവിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നതായി അവർ വെളിപ്പെടുത്തി. എന്നാൽ അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിർന്നപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഗ്രിഗറി ഫൈസറിനോട് സംസാരിക്കാൻ അവർ ഡിറ്റക്റ്റീവുകളോട് ആവശ്യപ്പെടുന്നു. എങ്കിൽ തീർച്ചയായും അവനോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഡിറ്റക്റ്റീവുകൾ അതിനായുള്ള ശ്രമം തുടങ്ങി. എന്നാൽ അതിനായി അവർക്ക് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ അവർ ഗ്രിഗറി ഫൈസറിനെ കണ്ടെത്തി. അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഗ്രിഗറി ഡിറ്റക്റ്റീവുകളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ഫോസ്റ്റർ ഒരു വുഡു സാൻഡറിയ കൾട്ടിന്റെ പ്രധാന പുരോഹിതനായി സ്വയം കണക്കാക്കിയിരുന്നു. അങ്ങനെയിരിക്കെ ലൈബ്രറിയിൽ വെച്ച് ചെറുപ്പക്കാരനായ ഗ്രിഗറി ഫൈസറിനെ കാണുകയും അവനെ തന്റെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ക്രമേണ ഗ്രിഗറി മാർക്കിന്റെ വിശ്വസ്തനും വലങ്കയ്യുമായി മാറി. അങ്ങനെയിരിക്കെ 1997 ജൂലൈ 18 മാർക്ക് മരിച്ച ദിവസം ഗ്രിഗറി മാർക്കിന്റെ വീട്ടിലെത്തി. മാർക്ക് പ്രത്യേക അവസരങ്ങളിൽ ധരിക്കാനുള്ള വെള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വന്നു. അയാൾ ഗ്രിഗറിയോട് ഒന്നും മിണ്ടാതെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനടുത്തേക്ക് നടന്നു. ഡോർ തുറന്ന് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. പതുക്കെ കാർ മുന്നോട്ടെടുത്തു. മണിക്കൂറോളം രണ്ടുപേരും പൂർണ്ണ നിശബ്ദതയോടെ ഡ്രൈവ് ചെയ്തു. മാർക്ക് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഗ്രിഗറി ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പെട്ടെന്ന് എപ്പോഴോ മാർക്ക് കോട്ടിന്റെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് പുറത്തെടുത്തു. അതിലെന്തോ എഴുതി. എന്നിട്ട് സ്വയം എന്തോ ഓർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അത് തന്റെ ഷൂസിനുള്ളിൽ തിരികെ വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രിഗറി വിസ്കോൺസിനിലെ ഡഗ്ലസ് കൗണ്ടിയിലെ ഒരു ബാക്ക് കൺട്രി റോഡിൽ കാർ നിർത്തി. അതിനുശേഷം രണ്ടുപേരും റോഡരികിലേക്ക് നടന്നു. മാർക്ക് ശാന്തനായി നിന്നു. ഗ്രിഗറിയെ നോക്കി തലയാട്ടി. ഉടൻ തന്നെ ഗ്രിഗറി റൈഫിളിന്റെ ബാരൽ അയാളുടെ നെഞ്ചിന് നേരെ വെച്ചു. മാർക്ക് തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഒരു നിമിഷം ഗ്രിഗറി തന്റെ റൈഫിളിന്റെ ട്രിഗറിൽ വിരലമർത്തി. പിന്നെ ഒരു വെടിവെച്ച. മാർക്ക് ഒരലർച്ചയോടെ നിലത്ത് വീണു. അയാളുടെ നെഞ്ചിൽ നിന്ന് രക്തം ചിതറിത്തെറിച്ചു. നിലത്ത് വീണ അയാൾ വേദനയോടെ ഒന്ന് ഞെരുങ്ങി. ഒടുവിൽ ശരീരം നിശ്ചലമായി. എല്ലാം അവസാനിച്ചെന്ന് മനസ്സിലാക്കിയ ഗ്രിഗറി അവിടെ നിന്ന് ഉടനെ തന്നെ കാറോടിച്ചു പോയി. പോകുന്ന വഴിയിൽ തന്റെ കയ്യിലെ റൈഫിൾ ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ എന്തിനാണ് മാർക്ക് ഫോസ്റ്റർ സ്വന്തം കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നല്ലേ? മാർക്ക് ഫോസ്റ്റർ ഒരു കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. തന്റെ ബോധം മറ്റൊരാളുടെ മനസ്സിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു മിഥ്യാധാരണ
ഫോസ്റ്റർ വിശ്വസിച്ചിരുന്നതായി പോലീസ് മനസ്സിലാക്കി. അതിനുള്ള ഏക തടസ്സം ബോധം കൈമാറുന്നയാൾ മരിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു. കൂടാതെ ഇതിന്റെയൊക്കെ പിന്നാലെ ഫോസ്റ്ററിന്റെ സാമ്പത്തിക നില തകർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അയാൾ വളരെയധികം കടക്കണിയിലായിരുന്നു. അയാൾ കൊലപാതകത്തിന് ഏതാനും ദിവസം മുമ്പ് ഫിലിപ്സ് ഫോസ്റ്റർ, തോംസൺ, ഫ്രൈസ്നർ എന്നിവരെ നോമിനിയാക്കി $3 ലക്ഷം കൂടുതൽ മൂല്യമുള്ള പോളിസികൾ മാർക്ക് എടുത്തിരുന്നു. ആത്മഹത്യകൾക്ക് ഇൻഷുറൻസ് തുക കിട്ടാത്തതിനാൽ അയാൾ സ്വന്തം കൊലപാതകം ആസൂത്രണം ചെയ്തു. കൊലപ്പെടുന്നതിന് മുമ്പ് അയാൾ വ്യക്തിപരമായി തനിക്കിഷ്ടമില്ലാത്ത ഭാര്യയുടെ പൂർവ്വ ഭർത്താവിനെ കാമുകനെ കൊടുക്കാനായി അവരുടെ പേരെഴുതിയ കുറിപ്പ് മനഃപൂർവ്വം തന്റെ ഷൂവിനുള്ളിൽ സൂക്ഷിച്ചു. അങ്ങനെ ഗ്രിഗറിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുറം ലോകം അറിഞ്ഞത് തികച്ചും വിചിത്രമായൊരു കേസിന്റെ യഥാർത്ഥ സത്യമായിരുന്നു. ഒടുവിൽ മാർക്ക് ഫോസ്റ്ററിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രിഗറി ഫ്രൈസ്നറിനെ 10 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു.